അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു രുക്കും കൂടി അർച്ചനയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ജേക്കയുടെ കൂടെ തന്നെയാണ് അർച്ചന ചേച്ചി പോയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് വരുന്നത്. ആരാന്നറിയോ? ആര്യയെ കണ്ടതും രുക്കു ആകെ അന്തം വിട്ട് പോവുകയാണ് കേട്ടോ. എന്തപ്പം ഇവള് ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ രുക്കും മഞ്ജുവും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. മഞ്ജു അങ്ങോട്ട് പോയതും ചോദിക്കുകയാണ്, എന്താ മോളെ, എന്താ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇവിടുത്തെ അർച്ചനാൻ്റിയെ കാണാനില്ലല്ലോ, അത് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ചിന്നുവിനെ ഒന്ന് ആശ്വസിപ്പിക്കുക, ഞാനല്ലാതെ പിന്നെ ആരാ ആശ്വസിപ്പിക്കാനുള്ളത് എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ രുക്കും മഞ്ജു ആകെ അന്തം വിട്ടു പോകുന്നു. എന്താ മോളെ, നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ല ബുദ്ധിയോടെ തന്നെയാണ് ഞാൻ പറയുന്നത്. അവളെവിടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ചിന്നു എവിടെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അവർക്ക് ചിന്നു എവിടെയെന്നുള്ള ഉത്തരം കൂടി പറയാൻ പറ്റില്ല. രുക്കു ഒരിക്കലും വിശ്വസിക്കുന്നേ ഇല്ല ആര്യ ഇങ്ങനെ ചെയ്യും. അതേസമയം ചിന്നു അപ്പുറത്ത് പുറത്തിരിക്കുന്നുണ്ടാവും കേട്ടോ. പുറത്തിങ്ങനെ ഇരുന്ന് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ആര്യ പോവുകയാണ് കേട്ടോ. അതിനുശേഷം ആര്യ ചോദിക്കുന്നു, മോളെ, അമ്മയെ കാണാത്ത വിഷമം കൊണ്ട് നീ കരയണ്ട, അർച്ചനാൻ്റിക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല, അതെന്തായാലും ശരി, പിന്നെ അർച്ചനാൻ്റി പെട്ടെന്ന് തന്നെ തിരിച്ചു വരും, നീ വിഷമിക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം രുക്കുവിനോടും മഞ്ജുവിനോടും പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ ചേച്ചിക്കൊരു വിഷമം വരുമ്പോൾ ഞാനല്ലാതെ പിന്നെ ആരാ ആശ്വസിപ്പിക്കുക, അതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയണം. പിന്നീട് ആര്യയോട് പറയും, ചേച്ചി വിഷമിക്കേണ്ട, എൻ്റെ അമ്മ അവിടെ ഇല്ലാതായ സമയത്ത് ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നുള്ളത് എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് ചേച്ചി ഒരിക്കലും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ചിന്നുവിനെ ആര്യ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. ആ ആര്യയുടെ ആശ്വാസം ചിന്നുവിന് ഒരു ആശ്വാസം തന്നെയാണ് കേട്ടോ ആ സമയത്ത്. അങ്ങനെയാണ് നമുക്ക് നാളത്തെ എപ്പിസോഡ് കാണാൻ പറ്റുന്നത്. എന്തായാലും ശരി, അച്ചു നാളെ അർച്ചനയെ കണ്ടെത്തുക തന്നെ ചെയ്യും, അത് ഉറപ്പായ കാര്യം തന്നെയാണ് കേട്ടോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.